ഇപ്പോൾ കലാകാരൻ അങ്ങനെ ഒരു വാക്ക് മതി. അതിനപ്പുറം സിനിമാ താരമാണ്, മിനി സ്ക്രീനിലെ സജീവ സാന്നിധ്യമാണ് ഉണ്ണിരാജ. ഒപ്പം ചേരുകയാണ് അഖിലേഷ് ഏട്ടൻ. പറയൂ. അതെ, അഖിലേഷ് ഏട്ടനാണ്. ഒറ്റ വാക്കയില്ലൂ, ഒരു 12 സെക്കൻഡ് ധനുമൂർത്തി സാറിൻ്റെ സിനിമയാണ്. പക്ഷേ അത് ഭയങ്കരമായിട്ട് ബ്രേക്കായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പം കലോത്സവ വേദികളായിരുന്നു എൻ്റെ ജീവിതം മുഴുവൻ. ഒരു 28 കൊല്ലാണ് ഞാൻ കലോത്സവ വേദികൾ പരിശീലകനായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ 6 വർഷമായിട്ട് സജീവമായിട്ട് സിനിമയും ടെലിവിഷൻ രംഗത്തുണ്ട്. അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഞാൻ ഇവിടെയൊക്കെ വേഗം തൂക്കിയിട്ട് കുറേ ഡ്രസ്സൊക്കെ എടുത്ത് കുട്ടികൾക്ക് വേണ്ടത് കുട്ടികളോടൊപ്പം ഇങ്ങനെ നടക്കുന്ന ഒരാളാണ്. 28 കൊല്ലം, 20 വർഷം തുടർച്ചയായിട്ട് 2010 മുതൽ 2019 വരെ 2000 മുതൽ 2019 വരെ ഈ 20 വർഷം ഞാൻ കലോത്സവ വേദികൾ സമ്മാനം മേടിച്ചു കൊടുത്തതാണ്. സ്റ്റേറ്റിന് പ്രൈസ് മേടിച്ചു കൊടുത്ത മൈമ്, സ്കിറ്റ്, നാടകം, മോണക്റ്റൊക്കെ പഠിപ്പിച്ചു കൊടുത്ത പരിശീലനമാണ് എൻ്റെ ലൈഫിലെല്ലാം തന്നത്. ഒരുപക്ഷെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റിയ കലോത്സവമാണ്. അപ്പം കുട്ടികൾക്ക് ഇവിടെയൊക്കെ പറയാനുള്ള ആ കലോത്സവത്തിലെ കുട്ടികളുടെ ഭയങ്കര സന്തോഷത്തോടെ ഭയങ്കര ആഹ്ലാദത്തോടെ തിരിച്ചു പോകണം. കരയണ്ട, ഇവിടെ കരച്ചിൽ വേണ്ട. അതായത് ഈ ഏതൊരു കലാകാരനും ഒരു ഉന്നതിയിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കാൻ വലിയ പാടാണ്. പക്ഷെ നിങ്ങളുണ്ടല്ലോ, പറഞ്ഞ ആ വാക്ക് 20 വർഷം ഇവിടെ ജീവിച്ചവനാണ് ഞാൻ, അല്ലെങ്കിൽ കലോത്സവ വേദികളിൽ ജീവിച്ചവനാണ് ഞാൻ, കുട്ടികളുടെ വേഷവും ഒക്കെ തൂക്കി നടന്ന ഒരാളാണ്. അപ്പോൾ അടുപ്പിച്ച് വെച്ച് കിടന്നുറങ്ങിയിട്ടുണ്ട് എത്രയോ സ്കൂളിൽ. കലോത്സവ വേദിയിൽ നമുക്ക് റൂം എടുക്കാനൊന്നും പൈസ ഒന്നും ഉണ്ടാവില്ല. അപ്പം നമ്മുടെ എത്രയോ സ്കൂളിൽ കുട്ടികളൊപ്പം പോയിട്ട് അവർക്ക് കുറച്ച് സൗകര്യം കിട്ടും, നമുക്ക് അങ്ങനെ സൗകര്യം കിട്ടില്ല. പരിശീലകർക്ക് നമ്മുടെ ബെഞ്ചെല്ലാം അടുപ്പിച്ച് വെച്ചിട്ട് ആടെ കിടന്നുറങ്ങി രാവിലെ ആടെ തന്നെ ബാത്റൂമെല്ലാം പോയി കുളിച്ചിട്ടെല്ലാം മന്ത്രി കലോത്സവത്തിൽ പറഞ്ഞ കോഴിക്കോട് സ്റ്റേറ്റ് കിടക്കുമ്പോൾ നമുക്ക് റൂമേ ഇല്ല, സ്കൂളും ഇല്ല, നല്ല ഗേറ്റ് അടച്ചു പോയി. അപ്പോൾ കൊടുക്കുന്നില്ല. ആളുകൾ വരുന്നതുകൊണ്ട് അന്ന് റിവേഷനിൽ കിടന്നിട്ടിട്ട് പിറ്റേ ദിവസം മൈം മത്സരമാണ്. അന്ന് സംസ്ഥാനത്ത് 1ാം സമ്മാനം മേടിച്ചു കൊടുത്ത ഒരാളാണ്. മൈമിൽ സ്കിറ്റിൽ 1ാം സമ്മാനം മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അന്ന് 1ഉം 2ഉം ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട് ഒരു കാലമുണ്ട്, നല്ല കാലം, നല്ല ഓർമ്മയുടെ കാലം എല്ലാം തന്ന കലോത്സവമാണ്. അപ്പോൾ കലോത്സവമാണ് എൻ്റെ എല്ലാം, അല്ലെങ്കിൽ എന്നെ ഇവിടെ എത്തിച്ചത് കലോത്സവമാണെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അഭിമാനം ഉണ്ടല്ലോ. അതായത് ഒരു സിനിമാ താരം എന്ന നിലയിലേക്ക് ഉയർന്നു നിൽക്കുന്ന ഈ സമയത്ത് പഴയകാലം ഓർത്തെടുത്തു. ഈ കലോത്സവ കാലത്ത്, പുതിയ കലോത്സവ കാലത്ത് കാണുന്ന പ്രത്യേകത എന്താണ്? ഒരുപാട് പ്രത്യേകത തോന്നുന്നുണ്ട്. ഞാൻ ഒരു കലോത്സവ വേദികളിലും പങ്കെടുക്കാൻ പറ്റാത്ത ഒരാളാണ്. അന്ന് നമുക്കൊന്നും കൊടുക്കാനില്ല. സ്കൂൾ യുവജനോത്സവം നാടകത്തിന് ഫസ്റ്റ് കിട്ടിയപ്പോൾ സബ് ജില്ലയിൽ കൊണ്ടുപോകുമ്പോൾ ആ ചിത്രങ്ങളിൽ ഞാൻ ഉണ്ടായില്ല. അങ്ങനെ ഒരു കാലം ഉണ്ടായതാണ്. അത് എവിടെയും എത്താൻ പറ്റൂല. പല കലാകാരന്മാരുടെയും ഒരു പഴയ കാലത്ത് അങ്ങനെ സംഭവിച്ചപ്പോൾ യേശുദാസിന് ആകാശവാണിയിൽ ശബ്ദ പരിശോധന നടത്തിയപ്പോൾ കിട്ടിയില്ല. അതെ അതെ അതെ, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അന്ന് നമ്മളെ ഒന്നും ഇല്ലാത്ത ഒരാൾ, അത് 10ാം ക്ലാസ് കഴിഞ്ഞ് ഉപരിപഠനം എന്ന് പറയുന്നത് അന്ന് പ്രീ ഡിഗ്രിയും അല്ല അങ്ങനെയാണ്. പക്ഷേ പാസ്സായി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പണിക്കോയ ഒരാളാണ്. 15 വയസ്സിൽ, അത് നമ്മൾ ചെറിയ പ്രായത്തിൽ, കാരണം വീട്ടിൽ ഭയങ്കര കഷ്ടപ്പാടുണ്ട്. പണിക്കോയ നമ്മൾ ചില്ലറ കിട്ടുമല്ലോ, അങ്ങനെ വന്ന ഒരാളാണ്. കാരണം നമ്മളെല്ലാം തീർന്നു വന്ന് അസ്തമിച്ച് എല്ലാം കഴിഞ്ഞ പറഞ്ഞാൽ കുട്ടികളപ്പുറം ഒരു സ്കൂളിൽ ചെറിയൊരു നാടക സ്ക്രിപ്റ്റ് കൊടുത്ത് പോയി, ഞാനിത് പഠിപ്പിച്ചോളാം, പണിയെടുക്കുന്നുണ്ടെന്ന്. ആ പണിയുടെ ഗ്യാപ്പിൽ പോയിട്ട് നാടകം പോയി തുടക്കം. അന്ന് ഒരു നാടകം ആരാ പഠിപ്പിക്കുമെന്ന് അറിയില്ല, അന്ന് സ്കോഡല്ലേ. അന്നൊന്ന് പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അത് മോശമില്ല എന്ന് പറഞ്ഞപ്പോൾ സബ് ജില്ലയിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞു. സബ് ജില്ലയിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. ആടെ സമ്മാനം കിട്ടുമ്പോൾ ജില്ലയിൽ നോക്കാം. ആ ജില്ലയും കൊണ്ടുപോകുമ്പോൾ സ്റ്റേറ്റിൽ പോയി സമ്മാനം മേടിച്ച് ചെറിയ പ്രായത്തിൽ വെച്ച ഒരാളാണ്. അന്ന് നമുക്കൊന്നും പറ്റിയില്ലെങ്കിൽ ഞാൻ കുട്ടികളോടൊപ്പം പറയുന്ന ഒരു കുട്ടികളെ പഠിപ്പിക്കാൻ പോയാൽ കേരളത്തിൽ എല്ലാ ജില്ലയും ഞാൻ പോയിട്ടുണ്ട്. ഞാൻ പോവാത്ത ജില്ലകളില്ല. അത് അഭിമാനത്തോടെ പറയുന്നതാണ്. കാരണം നമുക്കെല്ലാം അതാണ്. ഞാൻ എത്ര സിനിമയിൽ അഭിനയിച്ചു ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ ഞാൻ എത്ര എപ്പിസോഡ് കോമഡി പ്രോഗ്രാം ചെയ്യുന്ന പറയില്ല. അത് എൻ്റെ എല്ലാം ലൈഫിൽ ഞാനിപ്പോൾ ഒരു ലൊക്കേഷൻ നിന്ന് ഓടി വരുന്നത്, അത് ഈ കലോത്സവം നിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ വൈകുന്നേരം ഷൂട്ടിൽ പോകണം. അപ്പോൾ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ ഓടി വന്നത്. ഇതൊക്കെ കാണണം, കുട്ടികളെ കാണണം, അതെല്ലാം തന്നത്. അപ്പോൾ പുതിയ കാലഘട്ടം അല്ലെ പഴയ കാലഘട്ടം എന്നുള്ള ഓരോ കാലത്തും മാറ്റങ്ങൾ ഉണ്ടാവും. അത് അനിവാര്യമാണ്, മാറ്റങ്ങൾ അനിവാര്യമാണ്. കലോത്സവത്തിന്റെ ഒരുപാട് ഒരു വലിയ മാറ്റം വന്നു എന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ കുറച്ച് ഹിന്ദി തരാം, എന്താ കാര്യം എന്ന് അറിയണം. അതായത് 40 വയസ്സ് കഴിഞ്ഞ ഒരു പുഷ്പാങ്കദൻ ഒരു സുന്ദരിയായ പെൺകുട്ടിയുടെ വിവാഹാലോചന വരുന്നു. ആരൊക്കെ ചേർന്ന് മുടക്കാനൊക്കെ ഒരുങ്ങുന്നു. എന്താണ് ആ മാറ്റത്തിന്റെ പിന്നിലുള്ള കഥ? അതെ, പുഷ്പാങ്കദന്റെ 1ാം സ്വയംവരം എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ടൈറ്റിൽ കഥാപാത്രമായ ഒരു നായക കഥാപാത്ര സിനിമ ഇന്നലെ റിലീസായിട്ടുണ്ട്. സൈഡ് റോളിൽ നായക വേഷം. ഞാനത് ആടെ കുറെ ആൾ വന്ന പോസ്റ്റൊക്കെ ഉണ്ട്, എൻ്റെ പോസ്റ്റൊക്കെ അപ്പുറം ഒട്ടിച്ചിട്ടുണ്ട്. ഞാൻ അതിലെ ഹോട്ടലിൽ വരുമ്പോൾ കണ്ടു. അത് നമുക്ക് സന്തോഷമായി. ഇന്നലെ ഞാൻ അതിന്റെ പ്രൊമോ ഒക്കെ പോയി. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഞാൻ ഓട്ടോയിൽ വരുമ്പോൾ കണ്ടു എന്നാ പറഞ്ഞു, അല്ലാതെ സ്വന്തം കാറിൽ നെലിഞ്ഞിരുന്നു വന്നു എന്നല്ല പറഞ്ഞു. സിനിമ റിലീസായിരുന്നു, മറ്റേ സരിത സബിത തിയേറ്ററിലാണ് ഇതിൻ്റെ റിലീസ്.
അപ്പോൾ ഞാൻ പൈപ്പ് ലൈൻ അവിടെ ഞാൻ താമസിക്കുക എൻ്റെ സുഹൃത്തിൻ്റെ കൊടുത്ത് അവിടുന്ന് ഞാൻ ബസ്സിനാണ് പോയത്. ബസ്സിൻ്റെ പോകുമ്പോൾ ഉൾ പോസ്റ്റ് എറണാകുളത്തുണ്ട്. അപ്പോൾ കണ്ടക്ടർക്ക് സംശയത്തിൽ നിങ്ങളല്ലേ അത് ചോദിച്ചാൽ ഇന്നലെ അതാ അപ്പോൾ ഞാൻ തന്നെയാണത്. അയ്യോ അതൊന്നും ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നില്ല. കാരണം യാത്രയിൽ ഇപ്പോൾ നമ്മളറിയാത്ത മലയാളികളില്ല. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ 20 ഉറുപ്പിക ഇല്ലാത്ത വൺഡേ ടൂറിന് പോകാത്ത ആളാണ് ഞാൻ. കൊടുക്കാൻ 20 രൂപ ഇല്ലാത്ത ആളാണ് ഞാൻ. 7 8 രാജ്യങ്ങളിലേക്ക് പോയി. കല തന്നാണ്, ഒന്നുമില്ലാത്ത നമ്മൾ. കല തന്നതല്ല, കലയെ അത്രമാത്രം ആത്മാർത്ഥതയോടെ സ്നേഹിച്ചത് കൊണ്ട് കിട്ടുന്ന റിസൾട്ടാണ്. ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഇന്നലെ ഞങ്ങളുടെ ഒരു റിപ്പോർട്ടർക്ക് വലിയ വിഷം ഇന്നലെ സ്റ്റോർ ചെയ്യാൻ പറ്റിയില്ല. ചെയ്യണമെന്ന് വലിയ ആഗ്രഹം, പക്ഷെ ചെയ്യാൻ പരാജയമാണ്. അപ്പോൾ ഞാൻ ചേട്ടാ എനിക്കിന്ന് ചെയ്യാൻ പറ്റിയില്ല, ഞാൻ റൂമിലേക്ക് പൊയ്ക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്നൊരു കോൾ വരികയാണ് കളക്ടർ. അതായത് നേരത്തെ പറഞ്ഞിരുന്നു അശ്വതി സതീഷ് പറഞ്ഞിരുന്നു ആ സമയത്ത് അപ്പോൾ പരാജയം തോന്നി വീണു പോകരുത്, കരഞ്ഞ് താണു പോകരുത്, ഇനിയുമുണ്ട് മുന്നിലേറെ ദൂരം എന്ന പ്രതീക്ഷയാണോ ഉണ്ണിരാജയെ ഇതാക്കിയത്? ഉറപ്പാണ്, നിങ്ങൾ പറഞ്ഞാണ് കറക്റ്റ്. നമ്മളൊരു പ്രതീക്ഷയുണ്ട്. നമ്മൾ വീണ് പോയിടത്ത് ഞാനൊരു അപകടം പറ്റി വലിയ പ്രശ്നമുണ്ടായ ആളാണ്, അല്ലെങ്കിൽ തകർന്നു പോയി എല്ലാം തിരഞ്ഞെടുത്തും ഈ ഒരു സംഭവം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, നമ്മൾ അഭിനയിച്ച് ഭയങ്കര പെർഫോമൻസ് ചെയ്യേണ്ട, മനസ്സിലുണ്ടായത് കലയിലെടുത്ത് കലാപമില്ലല്ലോ, അതിന് സമയമില്ലല്ലോ, അങ്ങനെയുണ്ടല്ലോ. ഒരു ഊർജ്ജമാണിത്, ഭയങ്കര എനർജിയാണ്. കലോത്സവ വേദികളിൽ ഒരു കുട്ടിക്ക് ഒരു തളർച്ചയുണ്ടാവും, അവർക്കൊരു എനർജറ്റിക്കാണ് ഈ സംഭവം വന്നു പോയത്. അല്ലെങ്കിൽ ക്യാമ്പ് റിഹേഴ്സൽ ഇതൊക്കെ കഴിഞ്ഞാണല്ലോ ഇവിടെ വരുന്നത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നിന്ന് സ്കൂൾ യുവജനോത്സവം, സബ് ജില്ലാ യുവജനോത്സവം, ജില്ലാ യുവജനോത്സവം, എന്താ സംസ്ഥാനം, എത്ര ക്യാമ്പ് കുട്ടികളോടൊപ്പം ആ ഒരു ഐറ്റംസിന് വേണ്ടി അവർ തയ്യാറെടുക്കുന്നത്. മാനസിക ഭയങ്കരമായ പോസിറ്റീവല്ലേ, അത് ഭയങ്കര എനർജി ആയിരിക്കും. ഏടിന്ന് അവർ വീണ് പോകില്ല. വീണ് പോയടുത്ത് നമുക്കൊരു എനർജി കിട്ടും. ഭയങ്കര ഒരു നായകനായി സിനിമ വന്നു. അപ്പോൾ ഇനിയും നായകനായുള്ള സിനിമകൾ വരാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. മനസ്സിൽ ഒരു സന്തോഷം. ഒരാളൊന്ന് പരിചയപ്പെടുത്തി ഞാനിതാണ് ആകാൻ കെൽപ്പുള്ളവനാണെന്ന് ബോധ്യപ്പെടുത്തിയാൽ നല്ല വേഷങ്ങൾ ഉറപ്പായിട്ട് വരും. എന്തൊക്കെയാണ് പുതിയ പ്രോജക്റ്റുകൾ? പുതിയ പ്രൊജക്റ്റ് ഞാനിപ്പോൾ റൺമാമ, സുരാജ് ബഞ്ഞാനോട്, പാപ്പുരാജ്, ഇന്ദ്രൻസേട്ടൻ, കോട്ടയം നസീർ, വിജയ, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റിലെ പടത്തിലെ മുഴുവനുള്ള വേഷമാണ് ഞാൻ ചെയ്യുന്നത്. ഭയങ്കര എൻ്റർടൈൻമെൻറ്റ് പടമാണ്. അപ്പോൾ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് വരുന്നത്. പിന്നെ അതുപോലെ പുതിയ സിനിമ ഞാൻ ഈ ഏപ്രിൽ മെയിൽ ഒരു ഗംഭീര പടം ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പം ഇറങ്ങിയ അഭിഹിതം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻ്റർനാഷണൽ ലെവൽ സിനിമ, ഭയങ്കര OTT-ലൊക്കെ ഭയങ്കര ഹിറ്റാണ്. അതിലും മെയിൻ വേഷമാണ് ചെയ്തത്. അതൊക്കെ ഭയങ്കര ഊർജ്ജമാണ്. വേറെ ഗെറ്റപ്പിൽ ഒരു ഉഴുന്നീള വേഷമാണ് ചെയ്തത്. അത് ഈ ഭയങ്കരമായ ആൾക്കാർ കണ്ടപ്പോൾ പലരും മെസ്സേജ് തന്നിട്ടുണ്ട്. ആ പടം കണ്ടിട്ടാണ് കുറേ പടങ്ങൾ വന്നത്. വളരെ സക്സസ്, ഭയങ്കര സക്സസ് അല്ലേ, അതുപോലെ ചാനലിലൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. സാധാരണ നമുക്ക് അക്കാഡമിക് ഒന്നുമില്ല, അല്ലെങ്കിൽ നമ്മൾ ആക്ടിങ് പഠിച്ചിട്ടില്ല, ഒന്നുമില്ല, അറിയില്ല. അത് കിട്ടിയതെല്ലാം ഈ കുട്ടിയുടെ നിന്നാണ്. ഒറ്റ കാര്യം കൂടി, അതായത് 20 വർഷത്തോളം കലോത്സവ വേദികളിൽ സജീവമായിരുന്ന ഒരാളാണ്. നാടകം, സ്കിറ്റ്, ഏതെങ്കിലും ഒരു ഭാഗം ഒന്ന് അവതരിപ്പിക്കാൻ പറ്റും? അങ്ങനെ അവതരിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ പുതിയ നായകനായ സിനിമയിൽ ഏതെങ്കിലും ഒരു ഡയലോഗ്? അതായത് മൈം എന്ന് പറയുന്ന ഒരു കലാരൂപത്തിന് ഒരുപക്ഷെ മലബാറിലേക്ക് ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. വേറെ സ്റ്റൈലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. തെയ്യം പശ്ചാത്തലാക്കിയ മൈമൊക്കെ ചെയ്തിട്ടുണ്ട്. തെയ്യം മൈമിനൊന്നും ആരും ചെയ്യാൻ പറ്റില്ല, കുറച്ച് സംഭവമുണ്ട്. അതൊക്കെ വേറെ റേഞ്ചിൽ. ഇപ്പോൾ ഒരു സ്റ്റേറ്റിൽ ഫസ്റ്റ് മേടിച്ചിട്ടുണ്ട് മൈം, തെയ്യത്തിൻ്റെ ഒരുപാട് സാധനമുണ്ട്. അതിജീവനത്തിൻ്റെ ഒരു പോരാട്ടമല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു സാധനമൊക്കെ ഞാൻ തെയ്യം പശ്ചാത്തലത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്താ പറയേണ്ടത്, അങ്ങനെയൊക്കെ മൈമിൽ കുറേ പരീക്ഷണമൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പുതിയ കാലത്ത് മൈം ചെയ്യണമെന്നുണ്ട്, പക്ഷെ ഒന്നും ചെയ്യാം ഇങ്ങനെ ഒരു യാത്ര ആയതുകൊണ്ട് മാത്രം പറ്റാത്ത. നിങ്ങൾ പെർഫോമൻസ് എന്ന് പറയുന്നത് ഞാൻ എന്നാ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. പിന്നെ വേണമെങ്കിൽ ഒരു നമ്മളിപ്പോൾ മൈമിൻ്റെ പ്രത്യേകത വെച്ചാൽ നമ്മൾ വേറെ ഇതില്ല. മൈമിന് നമുക്ക് മൂകാഭിനയാണല്ലോ, അതായത് ശബ്ദങ്ങൾക്ക് ഒന്നുമില്ലല്ലോ പറഞ്ഞാൽ, അതായത് ചലനങ്ങൾക്കാണ് ഭയങ്കര പ്രശ്നം. ബോഡി ലാംഗ്വേജിൽ എങ്ങനെയാണ് അഭിനയിക്കുക എന്നുള്ളതാണ് മൂകാഭിനയം. അപ്പോൾ നമ്മളൊരു നോട്ടം നടക്കുമ്പോൾ ഇങ്ങനെ നോക്കും. നമ്മൾ സാധാരണ ഇങ്ങനെ നോക്കിയാൽ മൈമിന് പറ്റില്ല. നമ്മളതിനെ കൂടുതൽ സംഭവം ചെയ്യും. നോക്കുമ്പോൾ പറ്റുന്ന കയ്യും സംഭവം നാടകം കേൾക്കും പോലെയാണത്. അതെ, വേറെ സ്റ്റൈലാണ് സംഭവം. അപ്പോൾ അതിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മൂകാഭിനയത്തിന് ഞാൻ കുറേ സാധ്യതകൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ശരീരഭാഷയുടെ മൂകാഭിനയ മത്സരം കഴിഞ്ഞുപോയി ഇന്നലെ. ഹയർ സെക്കൻഡറിക്കല്ലോ, ഹൈസ്കൂളിലില്ല. അപ്പോൾ അത് കാണാൻ പറ്റിയില്ല. എന്തായാലും സന്തോഷം, പ്രിയപ്പെട്ടവരെ. ഏതായാലും ഇതൊരു അതുല്യ കലാകാരനാണ്. 2 കാരണങ്ങളാണ്.
സിനിമയിൽ സജീവമായിട്ട് പോലും കഴിഞ്ഞ കാലത്തെ കൃത്യമായി ഓർത്തെടുക്കുകയും അതിനുള്ളിൽ തന്നെ തുടരാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു നടനാണ് ഉണ്ണിരാജ. അഖിലേഷ് ചേട്ടൻ, ഒരുപാട് സ്നേഹം. പ്രിയപ്പെട്ടവരെ, നമ്മളെ ഇങ്ങനെ നിൽക്കുന്നത് തന്നെ നിങ്ങളാണ് നമുക്ക് ഇതിന് സപ്പോർട്ട്. ഇപ്പോൾ കടയിലും പോകുമ്പോൾ നമ്മളെ വിളിച്ച് ഉണ്ണേട്ടാ ഒരു ഫോട്ടോ എടുത്തോട്ടെ ചോദിക്കുന്നുണ്ട്. നമ്മൾ അങ്ങോട്ട് ഫോട്ടോ എടുത്ത് കൊടുക്കുക, നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മളെ ഇഷ്ടപ്പെടുന്നില്ല, നിങ്ങളെ കുടുംബത്തിലെ ഒരാളെ പോലെയാണ്. അല്ലെങ്കിൽ അറിവാൻ പോലത്തെ പരിപാടി ചെയ്യുമ്പോൾ നമ്മൾ കുഞ്ഞു കുഞ്ഞു വേഷങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് നമ്മളെ ഇഷ്ടമാണെന്ന് പറയുന്നത് തന്നെയാണ് നമ്മളെ യാത്രയ്ക്ക് ഊർജ്ജം. അല്ലെങ്കിൽ ഞാൻ ഈ കലോത്സവ വേദി യാത്ര ചെയ്യേണ്ടതാണ് ഇപ്പം ഇങ്ങനെ ആയതുകൊണ്ട്. അപ്പോൾ കൂടുതൽ സിനിമകൾ വരുന്നുണ്ട്, ഒക്കെ കാണുക, നമ്മൾ സപ്പോർട്ട് ചെയ്യാം. സ്നേഹം. ഈ സിനിമയിൽ കുഞ്ഞു കുഞ്ഞു വേഷങ്ങൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ അങ്ങനെ കുഞ്ഞു കുഞ്ഞു വേഷങ്ങൾ ചെയ്ത് മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിക്കുക അത്ര എളുപ്പമല്ല. അങ്ങനെ ഇടം പിടിച്ച് ആ ഇടത്തിൽ പറ്റിപ്പിടിച്ച് പതിയെ പതിയെ കയറി വന്ന് വലിയ കലാകാരനായി മാറുകയാണ്, നായകനായി മാറിയ ഉണ്ണിരാജയാണ് ഈ പുത്തൻ പുലരിയിൽ വളരെ സന്തോഷകരമായ മറുപടികളിലൂടെ ഏവരെയും ഒരു സന്ദേശമായിരുന്നു നിങ്ങളുടെ പ്രതികരണം എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. എല്ലാം ഓർത്ത് ഇപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു നടൻ ഉണ്ണിരാജയാണ് ഒപ്പം ചേർന്നത്.